എൻ്റെ അമ്മ, എനിക്കൊരു കുഴപ്പമില്ല. ആ സമയത്ത് ജസ്റ്റ് ഒന്ന് സ്ലിപ്പായി. അപ്പോൾ തന്നെ ഞാൻ ഓയിൽമെൻ്റ് ഒക്കെ തേച്ചു, ഇവിടെ വന്ന് ചൂടും പിടിച്ചു. എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങളിങ്ങനെ ചുമ്മാ കേട്ടോ ടെൻഷൻ അടിക്കല്ലേ. ഒന്നും ഉണ്ടായിരുന്നു കൊച്ചേ, നിനക്ക് അങ്ങനെയൊക്കെ പറയാം. ഞാൻ എന്നാൽ അതല്ല ആലോചിക്കുന്നത്. അവിടെ വർക്ക് ചെയ്യുന്നൊരു എംപ്ലോയി തന്നെയല്ലേ നീ? ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ അവർക്കൊന്നും എടുത്ത് നിന്ന് ആശുപത്രി കൊണ്ടുപോകാലോ. ഇത്ര മര്യാദയുള്ളോ അവിടെ ഉള്ളവർക്ക്? ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് ഞാൻ 2 നിലയുടെ മണ്ടയ്ക്കൊന്നും നല്ല വീണത്. സ്റ്റെപ്പിൽ ജസ്റ്റ് ഒന്ന് സ്ലിപ്പായി. അപ്പോൾ തന്നെ ഓയിൽമെന്റും തേച്ചു. എന്റെ കൊച്ചെ, അങ്ങനെയല്ല. എടി, നീ ആ ഫോണിൽ തന്നെ, ഞാൻ ഒന്ന് സംസാരിക്കട്ടെ. നിക്ക് മനുഷ്യ, നീ തന്നേ. മോളെ, നിനക്കിപ്പോ എങ്ങനെയുണ്ട്? പെയിൻ ഉണ്ടോ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല അച്ഛാ. ആ വീണ സമയത്ത് ചെറിയൊരു പെയിൻ ഉണ്ടായിരുന്നു. അത് ആ ഓയിൽമെന്റ് തേച്ചപ്പോ അങ്ങ് മാറുകയും ചെയ്തു. ഈ അമ്മ ചുമ്മാ. അവള് പറയണ മോള് കാര്യമൊക്കെ ഒന്നും വേണ്ട, ആൾക്ക് വട്ട. ഓ, അല്ലെങ്കിലും അങ്ങനെ വരും. നിങ്ങൾ രണ്ടരോട് ചേർന്ന ഞാൻ പിന്നെ ഔട്ടാണല്ലോ. അച്ഛൻ അമ്മക്ക് വിഷമായിട്ടോ? ഇയാൾക്ക് വട്ടാടി, ചുമ്മാ. അതെ, അച്ഛനും മോളോട് സംസാരിച്ചത് മതി. ഇനി ഞാനൊന്ന് സംസാരിക്കട്ടെ എൻ്റെ കൊച്ചിനോട്. മോളെ, ഫോൺ ഞാൻ എന്റെ അമ്മയ്ക്ക് കൊടുക്കാം. ഇവിടെ കിടന്ന് കയർ കൂട്ടിക്കുന്നുണ്ട് അവള്. കൊടുക്ക്. ഇത് ഇവിടെയാണല്ലോ വെച്ചത്. ഇതവിടെ പോയി കാണുന്നില്ലല്ലോ. ഏട്ടത്തി, ഏട്ടത്തി, എന്താടാ? ഏട്ടത്തി, എന്റെ ലാപ്പ് ഉണ്ടായിരുന്നോ? കുളിക്കണിന് തൊട്ട് മുന്നേ വരെ ഞാൻ എന്റെ റൂമിൽ വെച്ചിട്ട് പോയതാന്നേ. ഇപ്പൊ കാണുന്നില്ല. എടാ, ഞാൻ കണ്ടില്ല. നീ അവിടെ ഒന്നും കൂടി പോയി നോക്കിയേ. അവിടെ എങ്ങാനും തന്നെ ഇരിപ്പുണ്ടാവും. ഇന്നേട്ടത്തി, ഞാനവിടെ മൊത്തം നോക്കിയതാ, അവിടെ എങ്ങും ഇല്ലാന്നേ. ഷേടാ, പിന്നെ ഇതിപ്പോ ആരെടുത്തോണ്ട് പോവാനാ? ഒരാളുണ്ട്. പോയാ? എന്താടാ ആരവേ നീ എന്നെ ഇങ്ങനെ നോക്കുന്നേ? രാത്രി ആയാലും നിനക്കൊന്നും ഉറക്കമില്ലേ? ദേ കുരുപ്പെ, കളിക്കരുത്. എന്റെ ലാപ്പ് തിരിച്ചതാ. നീയാണ് എന്റെ ബെഡ്റൂമിൽ നിന്ന് എടുത്തോണ്ട് പോയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ലാപ്പോ? എനിക്കെന്തിനാണോ നിന്റെ ലാപ്പ്? മനസ്സ വാച കർമ്മ അറിയാത്ത കാര്യമാണിത്. പീക്കു, നീ എന്റെ ക്ഷമനെ പരീക്ഷിക്കരുത്. ചോറിൽ ഇരിപ്പുണ്ട്, നല്ല അടി വെച്ചെറിഞ്ഞ വരിയൊക്കെ താട എന്റെ ലാപ്ടോപ്പ്. നിന്നോടല്ലടാ ആരവേ ഞാൻ പറഞ്ഞ നിന്റെ ലാപ്ടോപ്പ് എടുത്തിട്ടില്ലാന്ന്? മര്യാദക്ക് പറഞ്ഞോ, നീ ഇപ്പൊ കേക്കില്ലല്ലേടാ. ഇങ്ങനെ വാ. അയ്യോ മോനെ, എറിയല്ലേ, എറിയരുത് പ്ലീസ്. നീ പോടാ, ഞാൻ അറിയും. നിനക്കെന്നെ തല്ലണോ അല്ലേ? നിന്നെ ഞാൻ കാണിച്ചു തരാടാ. തല്ലണോന്നാ? ആർക്കടാ എന്നെ കൊച്ചിനെ തല്ലണ്ടേ? നീയല്ലേടാ കുറച്ചു മുന്നേ പറഞ്ഞ് ചൂരലിരിപ്പുണ്ട്, നീ എന്നെ തല്ലൂന്ന്. ഞാനാ? എപ്പ? എന്റെ തങ്കപ്പെട്ട കൊച്ചന്റെ മുഖത്ത് നോക്കി ആർക്കാ തല്ലാൻ തോന്നണേ? അവനിങ്ങ് വന്നേ, ഞാൻ അടി കൊടുക്കാം അവന്. എന്നാലും ഇവനെങ്ങനെ എന്റെ ഫോൺ അടിച്ചിട്ട് പോയത്? ഞാനറിയും. പിക്കു 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 പോനെ, എറിയല്ലേടാ. 52 കോടിയുടെ പ്രൊജക്റ്റ് ആണ് അതിലുള്ളത്. മോനെ, എറിയരുത്. അങ്ങന്റെ ശുണ്ടര മോനല്ലേ, എറിയല്ലേ. മോനെന്താ വേണ്ടേ? ഐസ്ക്രീം വേണോ? ചോക്ലേറ്റ് വേണോ? എന്താടാ നിനക്ക് വേണ്ടത്? ഞാൻ എന്ത് ചോദിച്ചാലും നീ എനിക്ക് തരുമോ? പിന്നെ തരാണ്ട്. മോൻ പറ, മോനെന്താ വേണ്ടേ? നീ ഇപ്പൊ ഇവിടെ വെച്ച് ഡാൻസ് കളിക്കണം. എന്തോന്ന് ഡാൻസോ? ഡാൻസ് ഒന്നും കളിക്കാൻ പറ്റില്ല. അല്ല ചോക്ലേറ്റോ ഐസ്ക്രീമോ? എറിയരുത്. ഡാൻസ് അല്ലേ, കളിക്കാം. മോനത് അവിടെ വെക്ക്. അതാണ്. അപ്പൊ ഓക്കെ, വേഗം കളിച്ചോ. അവളുടെ മോനേക്ക് അല്ലെങ്കിൽ കാണിച്ചു കൊടുത്തേ ഞാൻ. ഡാൻസിനിപ്പോ എങ്ങനെ കളിക്കും? அப்படி போடு 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 அப்படி போடு கண்ணால இப்படி போடு 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 ഇടുക്കി പോട് കയ്യാല്. നിന്നുടെ ചുറ്റി നീഴലും ചേർന്ന് പെട്ടി നിന്നുടെ കണ്ണും പൊത്തി കണ്ണാൻ പൊത്തി ആടും വരെ ഈ നടപ്പ് പോരയോ? ഇല്ല, ഞാൻ കാണിച്ചു തരാടോ ആങ്ങളുടെ മോനെ. എന്ത് രസം കാണാൻ. ഇവൻ ഇത്ര നന്നായി ഡാൻസ് കളിക്കുമായിരുന്നു. സൂപ്പർന്നാ കുരുപ്പ്. ആരവേ, നീ ഇത്ര നന്നായി ഡാൻസ് കളിക്കുമായിരുന്നോ? ഏട്ടത്തി, ആരവേ, ഞാൻ നിന്നോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയട്ടെ. നീ CEO പോസ്റ്റ് അങ്ങ് രാജിവെച്ചിട്ട് ഒരു ഡാൻസ് ക്ലാസ് തുടങ്ങി. നന്നായിട്ട് കളിക്കുന്നുണ്ടടാ.
നല്ല വരുമാനം ഉണ്ടാവും. ഏട്ടത്തി യൂട്യൂബ് ബ്രൂട്ടസ്. കാര്യം പറഞ്ഞാടാ. ഡാ കുരുപ്പ്, എന്റെ ഫോണിൽ ലാപ്ടോപ്പിൽ നിന്ന് തന്നെ അവൻ്റെ ഒരു ഡാൻസ്. എന്റെ ദൈവമേ. എത്തുന്നില്ലല്ലോ. ഇവളെന്തേ കാണിക്കുന്നേ? സന, നീ എന്താ കാണിക്കുന്നേ? വീഴും. സന, ഓക്കെ? അയ്യോ, എന്താണ് ഞാൻ ഈ കാണുന്നേ? അത് പിന്നെ സനൊന്ന് സ്ലിപ്പായപ്പോൾ ഞാനൊന്ന് പിടിച്ച് സഹായിച്ചതാ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അയ്യോ, ആദ്യം വിചാരിക്കണമല്ലൊന്നുമില്ല കേട്ടോ. ഞാനൊന്ന് വീഴാൻ പോയപ്പോ അവൻ എന്നൊന്ന് പിടിച്ചു, അത്രേ ഉള്ളൂ. അതിന് ഞാനൊന്നും വിചാരിച്ചില്ലല്ലോ. ആദി, ആരോ സാർ വരുന്നു. അതിഥി, കം ടു മൈ ക്യാബിൻ. ഇതെന്ത്? നിങ്ങളെന്നാ ബാക്കി വർക്ക് ചെയ്യാൻ നോക്ക്, ഞാൻ എന്താ കാര്യം ചോദിച്ചിട്ട് വരാം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ദാ ഈ 4 ഫയൽസും ഒന്ന് ചെക്ക് ചെയ്യണം. കറക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാം. ഈവനിങ് താൻ പോകുന്നതിന് മുന്നേ ഇത് കംപ്ലീറ്റ് ആക്കിയാൽ മതി. ഇതിങ്ങനെയല്ലല്ലോ വരേണ്ടത്. സംതിങ് ഫിഷി. ഓക്കെ സർ, ഞാൻ സബ്മിറ്റ് ചെയ്തേക്കാം. ആ പിന്നെ എനിക്കൊരു കോഫി വേണം. കോഫി അല്ലേ? കോഫി ഞാൻ ഇപ്പൊ കൊണ്ടുവരാം സർ. കൊണ്ടുവരണം. ഇപ്പോഴേ സമയം 10:30, ഷാർപ്പ് 10:35 ആകുമ്പോൾ എനിക്ക് എൻ്റെ കോഫി കിട്ടണം. അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല. ഒരു സെക്കൻഡ് ലേറ്റായി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ തന്ന ഈ ഫയലുണ്ടല്ലോ, അത് പൊന്നു മോളെ എനിക്ക് 1 അവറിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്ത് തരേണ്ടി വരും. 5 മിനിറ്റുള്ള കോഫി ഉണ്ടാക്കിക്കൊണ്ട് വരാം. ഞാൻ എന്തൊക്കെ ഒരു റോബോട്ടാണോ? മോള് വല്ലതും പറഞ്ഞായിരുന്നോ? ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ല. ആ എന്നാ വേഗം ചെല്ല്. ഇവിടെ നീ നിൽക്കുന്തോറേ നിന്റെ ഓരോ സെക്കൻഡുകൾ ലേറ്റ് ആയിക്കൊണ്ടിരിക്കുക. ഓക്കെ സാർ, താങ്ക് യു. കോഫി ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. അയ്യോ, കോഫി ഷോപ്പ് ലെഫ്റ്റ് ആയിരുന്ന റൈറ്റ് ആയിരുന്ന? തേങ്ങ കോല മോഡൽ. വൺ കോഫി പ്ലീസ്. ഒന്ന് വേഗം കൊടുക്കണ്ട ചേച്ചി. താങ്ക് യു. ഇതാ സാർ കോഫി. അവിടെ നിന്ന് എന്ത് സാർ? ഇതെന്താ ഇത്? കോഫി അല്ലേ? കോഫി ആണല്ലോ. കോഫിയൊക്കെ തന്നെയാണ്. ഇതിന് ഒടുക്കത്തെ ചൂടാ, ഞാനതെങ്ങനെ കുടിക്കുക? കോഫിക്ക് പിന്നെ ചൂടലാണ്, പിന്നെ തണുപ്പായിരിക്കണം പൊട്ട. കളഞ്ഞു കാലമോടൻ. കഷ്ടപ്പെട്ട് ഞാൻ കൊണ്ടുവന്ന കോഫി അല്ലടോ താനാ ഒഴിച്ച് കളയണത്. ഇപ്പോൾ സമയം 10:40, ഷാർപ്പ് 10:45 എനിക്ക് കോഫി കിട്ടണം. പിന്നെ ഇതുപോലെ കൊണ്ടുവന്നേക്കരുത്, മനുഷ്യന് കുടിക്കാൻ പറ്റുന്ന രീതിയിൽ കൊണ്ടുവന്നു. 5 മിനിറ്റേ സമയമുള്ളൂ, വേഗം ചെല്ല്. അല്ലെങ്കിൽ അറിയാലോ, 4 ഫയൽസ് 1 അവർ. ഷൂ, അയ്യോ ഞാൻ ഓടി. ഓടിയോ? എന്നോട് അവളുടെ കളി. വെള്ളെടുത്താണ്ട് കിളി വെള്ളെടുത്താൽ ചെങ്കപ്പൂലി കൈപ്പൊലിക്കിന്റെ കപ്പുള്ള ജോളി. ഈ ആദിക്ക് എന്ത് പറ്റി? കുറെ നേരം ആയല്ലോ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിക്കളിക്കുന്നേ. ആദി, ഇതെന്തിനാ ഇങ്ങനെ ഓടുന്നേ? കാര്യം പറ. ഇപ്പൊ പറയാൻ സമയമില്ല, പിന്നെ പറയാം.
പട്ടി തെണ്ടിച്ചെട്ട നായിന്റെ മോൻ. അയാൾ ആരെന്നാണ് അയാളുടെ വിചാരം? പറയല്ലോ. അതെ അതെ, ആരെന്നാ അയാളുടെ വിചാരം? അയാളെ ട്രാക്കുളയുടെ അപ്പൂപ്പനാ. അതെനിക്ക് നേരത്തെ അറിയായിരുന്നു. ഞാൻ എത്ര ദിവസമായി മര്യാദക്കൊന്ന് കിടന്ന് ഉറങ്ങിയിട്ടെന്ന് നിനക്കറിയോ? നടുവ് വയ്യ. കേരളത്തിലും ബംഗാളിയിൽ പോലും ഇത്ര പട്ടിപ്പണി എടുക്കൂല. 2 ദിവസമായിട്ട് അയാളെന്നെ പട്ടിപ്പണി എടുപ്പിച്ച് കൊല്ലുവാടാ. സത്യം പറയാനല്ലോ, എനിക്കിവിടെ മടുത്ത് ഞാൻ രാജിവെക്കാൻ പോവാ. തളരരുത് രാമൻകുട്ടി, തളരരുത്. ദൈവമുണ്ട്, അയാൾക്കിട്ട് പണി കൊടുക്കാൻ എന്തെങ്കിലും ഒരു അവസരം കിട്ടാണ്ടിരിക്കില്ല. ബെസ്റ്റ്, അയാൾക്കിട്ട് പണി കൊടുക്കാൻ നോക്കിയിരുന്നിട്ടെ ലാസ്റ്റ് എന്റെ കാറ്റിൽ പോകാണ്ടിരുന്നാ മതി. ഒന്ന് വെയിറ്റ് ചെയ്യാതെ എന്തെങ്കിലും ഒരു അവസരം നമുക്ക് കിട്ടാണ്ടിരിക്കൂലേ. ട്രസ്റ്റ് മീ. എന്റെ കർത്താവേ, അയാൾക്കിട്ട് പണി കൊടുക്കാൻ നീ ഒരവസരം എനിക്ക് തന്നൂടെ? ഒരു 100 മെഴുകുതിരി, അല്ല 1000 മെഴുകുതിരി ഞാൻ എനിക്ക് കത്തിച്ചോളാം. ഒരവസരം എനിക്ക് തരണേ. എന്താ കുറെ നേരമായാലോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നേ? എന്താ നിന്റെ ഉദ്ദേശം? വാട്ട്? എനിക്ക് മനസ്സിലായില്ല. ആരവേ, 2 ദിവസമായി ഞാൻ കാണാൻ തുടങ്ങിയിട്ട്. നീ എന്തിനാ അവളിട്ട് ഇങ്ങനെ വട്ടം കളിപ്പിക്കുന്നേ? ഓ, അതായിരുന്നോ? ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. ശരി, പക്ഷേ അവളുടെ കാര്യമായതുകൊണ്ട് ഞാനത് അന്വേഷിക്കും. അവിടം വരെയൊക്കെ ആയോ കാര്യങ്ങള്? ആരവേ, നിങ്ങളുടെ ഇടയിൽ നടന്ന കാര്യങ്ങളൊക്കെ അവൾ എന്നോട് പറഞ്ഞു. നിനക്കതൊക്കെ തമാശക്ക് എടുത്തൂടെ? ഇതിന്റെ പേരിൽ അവളെ കഷ്ടപ്പെടുത്തുന്നത് തീരെ ശരിയല്ല കേട്ടോ. ലുക്ക് ദർശ, അവൾ എൻ്റെ സ്റ്റാഫാണ്. അവളോട് എങ്ങനെ പെരുമാറാൻ തീരുമാനിക്കുന്നത് ഞാനാണ്. നീ അതിൽ ചുമ്മാ ഇടപെടാൻ വരരുത്. നിനക്കറിയില്ലല്ലോ അവൾ എന്നെപ്പറ്റി എന്തോരം മോശമായിട്ടുള്ള കാര്യങ്ങളാ പറഞ്ഞതെന്ന്. ഇതിപ്പോ എന്നോട് പറഞ്ഞു. ഇവൾ ഇതേപോലെ തന്നെ എത്ര ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. എന്റെ പൊന്നും, നിന്നോട് തർക്കിക്കാൻ ഞാനില്ല. ഞാൻ പോവാ. പിന്നെ എപ്പോഴും ഞാൻ ഇതേപോലെ ഇങ്ങനെ കണ്ണോട് നിൽക്കും നീ വിചാരിക്കണ്ട. ഇതിൽ എനിക്ക് ഇടപെടേണ്ട ഒരു സാഹചര്യം വന്ന ആരവേ. അതെ, ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് വിചാരിക്കണ്ട. ചെലവ് തന്നേ പറ്റൂ. എന്റെ പൊന്നു ചക്ക, ചെലവല്ലേ, ഞാൻ തരാം. എന്ത് ചെലവിന്റെ കാര്യ നിങ്ങൾ 3 പേരും കൂടി ഇരുന്ന് പറയുന്നേ? അത് വേറൊന്നുമല്ല ദർശൻ സർ, നമ്മുടെ ആദിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. ഓ റിയലി? ഹാപ്പി ബർത്ത്ഡേ ആദി. താങ്ക് യു സർ. അപ്പൊ പിന്നെ ഇന്ന് ആദ്യയുടെ വക ചെലവ് അല്ലേ? അത് പിന്നെ പറയണ ദർശൻ സർ, ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിച്ചോണ്ടിരിക്കണായിരുന്നു. ഈവനിങ് ആദിയുടെ വക ഒരു പാർട്ടി, അത് വേണം. ദാദാ അങ്ങോട്ട് നോക്കി. ആരവേ, നീ ഇവിടെ നിൽക്കുവാണോ? നീങ്ങ വാ. നീ അറിഞ്ഞോ ഇന്ന് ആദ്യയുടെ ബർത്ത്ഡേയാ? ഈ പിശാചിന്റെ ബർത്ത്ഡേ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഐഡിയ. അയ്യോ, ആദ്യയുടെ ബർത്ത്ഡേ ആയിരുന്നോ? ആദിയോ? സോറി ആദി, ഞാൻ അറിഞ്ഞില്ല. എനിവേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു സർ. ഗൈസ്, എവരിവൺ ലിസൺ. ഇയാളത് എന്തിനുള്ള പുറപ്പാടാ? ഗൈസ് ലിസൺ. വേറൊന്നുമല്ല, എൻ്റെ PA അതിഥിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പൊ ഗൈസ്, ഇന്ന് നൈറ്റാണ് നമ്മുടെ അതിഥി എല്ലാവർക്കും വേണ്ടി പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പാർട്ടിയാ? പണി പിന്നെ പാളി. ഷെടാ, ഇതെന്താ ആർക്കൊരു സന്തോഷമില്ലാത്ത? കൈയടിച്ചങ്ങ് പ്രോത്സാഹിപ്പിക്കുന്നേ. അത് തന്നെ. പാർട്ടി എന്റെ ATM കാർഡിന്റെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനമാവും. അപ്പൊ ആദി, ഞാനിപ്പോ പോട്ടെ. നമുക്ക് ഈവനിങ് പാർട്ടിക്ക് കാണാം. ബൈ ലല്ലോ. ബൈ സർ. എന്റെ ആരോ സാറേ, നിങ്ങൾ ഇവിടെ ഇങ്ങനെ മത്സരം പിടിച്ചിരിക്കണ്ട്, അതങ്ങ് വിട്ടുകളാ.
ആരോ സാർ ഇന്ന ഇത് കുടിക്കേ. സോറി, എനിക്ക് വേണ്ട. അതെങ്ങനെ ശരിയാവും? ആദ്യയുടെ ബർത്ത്ഡേ ആയിട്ട് സാർ ഒരു ബെഗെങ്കിലും അടിച്ചില്ലെങ്കിൽ അത് വളരെ മോശമാണ്. ഇന്ന സാർ കുടിക്കൂ ആരോ സാർ. ആ അങ്ങനെ തന്നെ കുടിക്ക്. ആരവേ, നീ ഇതൊരെണ്ണം അടിച്ചാൽ മതി. ഇനി അടിക്കാൻ നിൽക്കല്ലേ, നീ ഓവറാവും. എനിക്കിതൊന്നും കാണാനുള്ള ശക്തിയില്ല കർത്താവേ. എടാ ലല്ലു, നീ ആരോ സാർ നോക്കിക്ക് അങ്ങനെ ഫിറ്റാടാ. ഞാനും ആരാടി ഫിറ്റ്? നിന്റെ അപ്പൂപ്പനാടി ഫിറ്റ്. എന്നെ കണ്ടിട്ട് നിനക്ക് ഫിറ്റ് എടുത്തു തോന്നുന്നുണ്ടോടി? അതാ വെറുതെ സാറ് ഫിറ്റാണ്. എന്നാലും സാറിന്റെ അപ്പൂപ്പനെ വിളിച്ചുള്ള ലല്ലു. നിങ്ങൾ ആര് ഫിറ്റാണെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, ഞാൻ ഫിറ്റാ. എടോ ആരാവേ? താനൊരു മഹാ ചെറ്റയാണോ? ഞാനോ? നിങ്ങളെ കാരണം എന്റെ അത് എന്തോരം കഷ്ടപ്പെട്ടെന്ന് അറിയോടോ ആരവേ? അതെ, എന്റെ ലല്ലുവിന് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ. ഏടാ ലല്ലു, നീ എന്ന് കേക്കണം. ഞാൻ ആദ്യമായിട്ട് ഇവളെ കണ്ടുമുട്ടിയപ്പോ ഇവളെന്നെ പറ്റി എന്തെല്ലാം അപവാദങ്ങൾ പറഞ്ഞു നിനക്ക് അറിയോടാ? ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കാത്ത എന്നെ ഇവളൊരു പെണ്ണ് പിടിയാറാക്കിടാ. അയ്യോ ആരോ സാറേ, വിഷമിക്കല്ലേ, സാറിന് ഞാനുണ്ട്. പോടാ. അപ്പൊ തൊട്ട് ആ ദിവസം തൊട്ട് എനിക്ക് ഇവളെ ഇഷ്ടല്ല. പക്ഷേ ഇവളെ കാണാൻ സുന്ദരിയാണെങ്കിലും സ്വഭാവം അതില് പോയി. അയ്യോ ആരോ സാറേ, കരയല്ലേ. ഇതിന്റെ സങ്കടം മാറ്റാനായിട്ട് ആദ്യം ആരോ സാറിന് വേണ്ടി ഒരു പാട്ട് പാടുന്നതാണ്. എന്ത് പറയുന്നത്? എനിക്ക് വേണ്ടിയോ? എനിക്ക് വേണ്ടി ആരും പാട്ട് പാടണ്ട. എനിക്ക് വേണ്ടി പാടാൻ എനിക്കറിയാം. ഒരു തെണ്ടിയുടെ സഹായം എനിക്ക് വേണ്ട. അപ്പൊ ഗൈസ്, നമ്മുടെ ആരോ സാർ നമുക്ക് വേണ്ടി ഈ ഒരു പാട്ട് പാടാൻ പോവുകയാണ്. എല്ലാരും ശ്രദ്ധിച്ചോളൂ. എന്റെ രാജുവേട്ടാ, കത്തോണ്ണേ. കാടേ കാടേ കൺപൂടുന്നിതാ എന്തോ തകരാറ് പോലെ. കാതടയും രോദനമെങ്ങോ ദൂരെ ദൂരെ ഇന്നേ ഗാന്ധമായി ഗാനം പോലെ കാതരിയും നേരമിതെങ്ങോ ഒരു സാധനം മൃദുസാധനം ഇന്നെവിടെയാ മൊഴികൾ ഇന്നെവിടെയാണ് ഒരു അകലും ഒരു പുലരി ഇത് നിർത്തിക്ക. ആദി ആടോ പാട്ട് നിർത്തിയത്? ഏതാ വളരെ നന്നായി. ആദ്യ കാലത്തിന് തീരെ ശരിയായില്ല കേട്ടോ. സാറത് പാടി ലയിച്ച് വരുമായിരുന്നു പാവം. എടോ ആരവേ, തൻ്റെ പാട്ട് ഒന്നും പറയില്ല, തെറ്റ നല്ല സഹിക്കൂല. ആദി, നീ മതി, നീ ഇപ്പഴേ നല്ല ഓവറാട്ടോ. അയ്യോ ദർശൻ സാറേ, ഞാൻ ഓവറല്ല, പക്ഷെ എനിക്ക് ഛർദിക്കാൻ പണി പിന്നെയും പാളി. അയ്യോ ആരോ സാറേ, സോറി സാർ.
വാള് വെക്കാൻ എന്റെ മോന്തെയാണോ അവിടെ പിശാചെ കിട്ടിയുള്ളൂ. അയ്യോ സോറി 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 സർ. എടാ ലല്ലു, നീ ഇത് എങ്ങോട്ടാ പോണെ? ഈ പ്രോപ്പർട്ടിനെ കൊണ്ട് അപ്പാർട്ട്മെന്റിലാക്കണം. അയ്യോ ആരോ സാറി, സോറി കേട്ടോ. എനിക്ക് നമ്മുടെ സനയുടെ അപ്പാർട്ട്മെന്റിൽ കൊണ്ടാക്കണം. ഈ പ്രോപ്പർട്ടി സാറ് തെറ്റ് കൊണ്ടാൻ വേണ്ടി വരും. ദർശ സോറി ആരവേ, എനിക്ക് പറ്റില്ല. നല്ല തലവേദന, പോയിട്ട് കിടന്ന് ഉറങ്ങണം. എല്ലാവരും കൈ മലർത്തിയല്ലേ. ഓ പിശാശു, ഇനി വാടി. അപ്പൊ നമുക്ക് പോവാ സാറേ. ആരോ സാറെ കേടാൻ എത്തി രസാ. ആ, വിടടി വിടടി. നിങ്ങളൊരു വാച്ചട്ടിയാണെന്ന് എനിക്കറിയാം. നിങ്ങളൊരു കാല നിങ്ങൾ എന്നെ ഉറക്കില്ല. എന്റെ നടുവ്. സോറി ചേട്ടാ. ആരോ സാറേ ചുമ്മാ ഇങ്ങനെ നിൽക്കരുത്. ചാടിയാടി ഉറങ്ങ് ഈ വണ്ടിയിൽ വാള വെക്കല്ലേ. എന്റെ പൊന്നു സാറേ, പുതിയ വണ്ടിയാണ്, ഇന്നലെ ഇറക്കിയുള്ളൂ. എവിടെയെങ്കിലും സൈഡ് ഒതുക്കണോ? അയ്യോ എന്റെ തല, എനിക്ക് തലവേദന എടുക്കുന്നു. എനിക്ക് വയ്യ, ഉറക്കം വരുന്നു. ആ ആരവേ, നീ വന്നോ? ഇവനെന്താണ് ഇങ്ങനെ പോകുന്നത്? ഇവന് എന്ത് പറ്റി? ആ ആർക്കറിയാം. അമ്മൂമ്മയുടെ ഛർദി. എന്റെ കൈ. അതിഥി, നീ തീർന്നടി, നീ തീർന്ന്. എന്റെ മേത്താളിയെടുത്ത് വാള വെച്ചത് അത് എന്റെ മേത്ത്. എങ്ങനെ തോന്നി എന്റെ മേത്ത് വാള വെക്കാൻ? കാണുന്നത് തരാടും ഞാൻ നിന്നെ. എന്നാലേ പോടാ. ആക്കാണെങ്കിൽ ഒരു അബദ്ധം പറ്റില്ലേ. ഇന്നലത്തെ ഒരു ഗതി വെച്ചിട്ട് മിക്കവാറും നങ്ങിയൊരു റിസൾട്ട് ട്രൈ തരാൻ വഴിയുണ്ട് അല്ലേടാ. ആ കാര്യം ഓർത്തിട്ടാണ് എനിക്ക് ചിരി പറ്റി. ആദി ഇപ്പൊ എങ്ങനെയുണ്ട്? കെട്ടൊക്കെ ഇറങ്ങിയോ? ആ ദർശൻ സാർ, അയ്യേ നാണം കെട്ട്. ആരോ സാർ എപ്പോഴാ വരിക? അവൻ ഇന്ന് വരാൻ കുറച്ച് ലേറ്റ് ആവൂടോ. പുള്ളിക്ക് ഇന്നലത്തെ കെട്ടിറങ്ങിയിട്ടുണ്ടാവില്ലേ? മിണ്ടാതിരിക്കടാ. അതാരാ വരുന്നേ?